സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ അങ്ങനെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഏതൊക്കെ സീരീസ് ആണ് കാണേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ നോ വേ ഹോം ഇറങ്ങിയ സമയത്ത് നമ്മൾ ഡെയർഡെവിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് തിയേറ്ററിൽ വെച്ചത് ഇത് ആരാ ക്യാരക്ടർ, ഇത് ആരാണ് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലത്തെ അബദ്ധം ഇത്തവണ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഏതൊക്കെ സീരീസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഹൾക്കിനെ കുറിച്ചിട്ടാണ്. ഹൾക്ക് നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് ഷീഹൾക്ക് കാണണമെന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഷീഹൾക്ക് കാണേണ്ട ആവശ്യമില്ല. ഷീഹൾക്ക് മാവൽ ഇറക്കിയത് വെച്ച് ഏറ്റവും ബെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആകെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൾക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ട്രാൻസ്മീറ്റർ പോലത്തെ ഒരു സംഭവമുണ്ട്. അതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാനർ ഹൾക്കിലേക്ക് മാറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനെ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടൊരു പണിഷർ തന്നെയാണ്. ഇപ്പോൾ പണിഷറിനെ പറ്റി പറയുന്ന മുമ്പ് നമ്മുടെ ഡെയർഡെവിളിനെ പറ്റി എന്തായാലും പറഞ്ഞിരിക്കണം. ഡെയർഡെവിൾ സീസൺ 2 പണിഷറിനെ ഇൻട്രൊഡക്ഷൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഡെയർഡെവിൾ എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ ഡെയർഡെവിൾ നമ്മൾ കാണേണ്ടത് നെറ്റ്ഫ്ലിക്സിലെ ഡെയർഡെവിൾ ആണ്. അതിൻ്റെ സീസൺ 1 കാണാം, അപ്പോൾ സീസൺ 2 കാണാം. സീസൺ 2 പണിഷർ വരുന്നത്. അതിനുശേഷം പണിഷറിന്റെ സീസൺ 1 കണ്ടതിന് ശേഷം ഡെയർഡെവിൾ സീസൺ 3 കാണാം. പിന്നെ പണിഷർ സീസൺ 2 കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നെറ്റ്ഫ്ലിക്സിലത്തെ പണിഷറിന്റെയും അതുപോലെ തന്നെ ഡെയർഡെവിളിന്റെയും മൊത്തം കഴിഞ്ഞു. അത് ഓക്കെ ആയി. പിന്നെ ഡിസ്നിയുടെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിന്റെ സീസൺ 1 സീസൺ 2 കാണാം. പിന്നെ പണിഷറിന്റെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ ഒരു വീഡിയോ ഉണ്ട്, അതും കാണാം. അപ്പോൾ മാർവലിന്റെ ഏകദേശം നമ്മുടെ പണിഷറും ഡെയർഡെവിളും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് സ്പൈഡർമാൻ കാണേണ്ട ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത്ര അധികം സീരീസ് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡിസ്നിയുടെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 1 സീസൺ 2 എന്തായാലും കാണാം. പിന്നെ പണിഷറിന്റെ ആ ഷോർട്ട് ഫിലിം എന്തായാലും കാണാം. എന്നിട്ട് നിങ്ങൾ കാണാൻ പാടുള്ളൂ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് റീസൺസ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ കണക്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ശരി, ബൈ ബൈ.